അനുകരണമോ അഭിനയമോ സംവിധാനമോ ഇതിലേതിനോടാണ് ഏറ്റവും കൂടുതൽ അഭിനിവേശം എന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ അറിയാത്ത ഒരു പാവം കൊച്ചിക്കാരൻ പയ്യൻ. മെലിഞ്ഞ ശരീരവും പതിഞ്ഞ ശബ്ദവുമുള്ള അയാൾ സൗഹൃദ സംഘങ്ങളിൽ മിതഭാഷയായിരുന്നു. നാട്ടുകാർ ആദ്യമൊക്കെ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അനുകരണ കളരികളിലും ചിരി അരങ്ങിലുമായിരുന്നു. അങ്ങനെ സർഗാത്മകമായ അവന്റെ സൗഹൃദങ്ങളിൽ നിന്ന് അവനേക്കാൾ പൊക്കവും മുഴങ്ങുന്ന ശബ്ദവുമുള്ള മറ്റൊരു മിടുക്കനെ തന്റെ ഇരട്ട സഹോദരനെ പോലെ കാലം അവന് സമ്മാനിച്ചു. അവരൊന്നിച്ച് അത്രകാലം അവർ കയ്യടി നേടിയ മിമിക്രി എന്ന ഒറ്റയാൾ കലാരൂപത്തെ ഒന്നിലേറെ പേർ ചേർന്ന് നിരന്നു നിൽക്കുന്ന മിമിക്സ് പരേഡിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചു. ഒരു പുതിയ കലാരൂപത്തിന്റെ തലതൊട്ടപ്പന്മാരായി അവർ മാറി. ഫാസിൽ സ്കൂളിലെ ചലച്ചിത്ര വിദ്യാഭ്യാസത്തിന് ശേഷം മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഓരോന്നോരോന്നായി അവർ തകർത്തെറിഞ്ഞു. പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്തു. ഇതിനിടയിൽ ആത്മമിത്രം അഭിനയ നിർമ്മാണ മേഖലയിലേക്ക് ചുവടുവെച്ചപ്പോഴും ഒട്ടും ഉലച്ചിൽ തട്ടാത്ത സൗഹൃദത്തോടെ അദ്ദേഹത്തിന്റെ വിജയപ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു. അതെ, ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകളും അതിലേറെ ഹിറ്റായ ക്യാരക്ടറുകളും കൊണ്ട് മലയാളി ഉള്ളിടത്തോളം കാലം മാഞ്ഞുപോകാത്ത എത്രയോ ചിത്രങ്ങളുടെ ഗോഡ്ഫാദർ. മരണം വരെ സിനിമയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എഴുതാനും പറയാനും ആവിഷ്കരിക്കാനും ഒത്തിരി ചലച്ചിത്ര സൃഷ്ടികൾ ബാക്കിയാക്കി ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മോട് വിട പറഞ്ഞ ഓർമ്മയിൽ എന്നും സിദ്ദിഖ്. സിനിമാ സൗഹൃദ സംഘങ്ങളിൽ, സിനിമയുടെ കൂട്ടായ്മയിൽ ഈ അടുത്ത കാലം വരെ സിദ്ദിഖ് വരുന്നു എന്ന് പറഞ്ഞാൽ കേട്ട് നിൽക്കുന്നവൻ ചോദിക്കും, നടൻ സിദ്ദിഖോ സംവിധായകൻ സിദ്ദിഖോ? അതൊന്ന്. ലാലേട്ടൻ വരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കും, ഏത് മോഹൻലാലോ അതോ സിദ്ദിഖ് ലാലിലെ ലാലോ? അങ്ങനെ സിദ്ദിഖ് എന്ന പേരിനോടൊപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ മറ്റൊരു പേരുകാരൻ. ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്ത സിനിമകളുടെ എണ്ണമോ നിർമ്മിച്ച സിനിമകളുടെ എണ്ണമോ അദ്ദേഹം സിനിമയിലൂടെ തന്റെ കിരീടത്തിലേക്ക് വെച്ചു ചേർത്ത പൊൻതൂവലുകളുടെ എണ്ണമോ ഒന്നും ഞാൻ പറയുന്നില്ല. സിദ്ദിഖ് എന്ന ഈ അതുല്യ സംവിധായകനോടൊപ്പം ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ ആ പേരിനോടൊപ്പം സ്വന്തം പേരെഴുതി ചേർത്ത മറ്റൊരാൾ, അദ്ദേഹമല്ലാതെ ആരാണ് ഈ എപ്പിസോഡിൽ ആദ്യമായി വരേണ്ടത്? സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിൽ നിന്നും സിദ്ദിഖ് എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലാൽ സർ. നമസ്കാരം. ലാൽ സാർ ഇവിടെ വരുമ്പോ ഒരുപക്ഷെ ഈ ഒരു പരിപാടിയുടെ തുടക്കത്തിന് ശേഷം പല സന്ദർഭങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കപ്പെട്ടതും, എന്നാൽ ഇങ്ങനൊരു എപ്പിസോഡ് ഇവിടെ ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അതിൽ ലാൽ സാറിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്നുള്ള ബോധ്യത്തോടെ മാറ്റിവെക്കപ്പെട്ടതാണ്. അതിനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഇപ്പോഴാണ് എത്തിയത്. അദ്ദേഹവും ഇന്ന് പറയുകയുണ്ടായി, സിദ്ദിഖ് സാറിന്റെ വിയോഗത്തിന് ശേഷം പല അനുശോചന ചടങ്ങുകളിലേക്കൊക്കെ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുള്ളപ്പോഴൊന്നും അതിലൊന്നും പങ്കെടുക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായില്ല. മനസ്സുണ്ടായില്ലെന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങളുടെ പ്രത്യേക താല്പര്യവും ക്ഷണവും അഭ്യർത്ഥനയും മാനിച്ചാണ് വന്നതിൽ വളരെ നന്ദി ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പറയുന്നു. ഞാനിപ്പോൾ ആമുഖത്തിൽ ഇങ്ങനെ യാദൃശ്യമായിട്ട് പറഞ്ഞു, നമ്മളിപ്പോഴും സിദ്ദിഖ് എന്ന് പറയുമ്പം നടനോ ഡയറക്ടറോ എന്ന് ചോദിക്കും. ലാലേട്ടന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ എവിടെ ലാലേട്ടൻ വരുന്നു എന്ന് പറഞ്ഞാലും സിദ്ദിഖ് ലാലിലെ ലാലാണോ എന്നാണ് സിനിമയിൽ എപ്പോഴും പറയുന്നത്. ആ പേര് ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇരട്ട സംവിധായകർ, എനിക്ക് 1-2 പേരൊക്കെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്ര ജനകീയരായ ഒരു ഇരട്ട സംവിധായകർ മലയാളത്തിൽ ആദ്യത്തേത് നിങ്ങളായിരുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടോ നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു അനിൽ ബാബുമാര്, അശോകൻ താഹയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ഇരട്ട സംവിധായകർ, അതൊരു റെക്കോർഡാണ്. മലയാളത്തിലെ ഒരു ആദ്യത്തെ ഇരട്ട സംവിധായക ജോഡി ഇത്രയും പോപ്പുലർ ആയത് പലപ്പോഴും സൗകര്യപൂർവ്വം നമ്മൾ പറയേണ്ട സ്ഥലങ്ങളിൽ ഒരു നർമ്മമുള്ള സിനിമയായതുകൊണ്ട് തഴയപ്പെടുന്ന പോലെ തോന്നുന്നൊരു സിനിമ ഗോഡ് ഫാദർ. ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമകൾ നിരനിരയായി ഹിറ്റാക്കിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇവരുടേത്. മിമിക്രി എന്നാണല്ലോ, സ്റ്റേജുകളിൽ വെച്ചല്ലേ സൗഹൃദം ഉണ്ടാകുന്നത്? അല്ല, അതിനു മുമ്പ് തന്നെ പരിചയമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പുല്ലേപ്പിടിക്കാരാണ്. എറണാകുളത്ത് പുല്ലേപ്പിടി എന്ന് പറയുന്ന സ്ഥലത്തുള്ളവരാണ്. ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ടൂർണമെന്റ് മാച്ചുകളിലൂടെ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും 2 ഗ്രൂപ്പുകളായിരുന്നു. പുല്ലേപ്പിടി തന്നെയുള്ള 2 ഗ്രൂപ്പുകളായിരുന്നു. സിദ്ദിഖ് മുസ്ലിം ഗ്രൂപ്പും ഞാൻ
ക്രിസ്ത്യാനി ഗ്രൂപ്പും. ഓ, രണ്ട് ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് ആയിരുന്നു ഞങ്ങള്. കാരണം ഈ തമാശ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്ന സംഭവം. പക്ഷെ ഞങ്ങളൊരു ശത്രുപക്ഷത്തായിരുന്നു രണ്ടുപേരും. അപ്പോ എല്ലാ ആഴ്ചകളിലും മത്സരങ്ങൾ വെക്കും, ഫുട്ബോൾ മാച്ച് വെക്കും. സിദ്ദിഖ് കളിക്കാറില്ല, സിദ്ദിഖ് നോക്കി നിൽക്കുന്നൊരു കാണിയാണെന്നും 25 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബെറ്റിനാണ്. അതായത് ജയിക്കുന്നതിന് 25 രൂപ, ജയിക്കുന്നതിന് 25 രൂപ കിട്ടും, അല്ലെങ്കിൽ 15 രൂപ എന്നൊക്കെ പറയുന്നു. കളിയില് ഒരിക്കലും അവർ ജയിച്ചാൽ പിന്നെ ഞങ്ങൾ ജയിക്കും. മിക്കവാറൊക്കെ തോൽക്കുന്ന ഞങ്ങൾ തന്നെ ആയിരിക്കുള്ളൂ. മുസ്ലിം ഗ്രൂപ്പാണ് ജയിക്കുന്നത്. കാരണം അതിനകത്ത് ഒരു ഇരുമ്പുകാലൻ എന്നധികം അറിയപ്പെട്ടിരുന്നൊരു പുള്ളി ഉണ്ടായിരുന്നു. ഇരുമ്പുകാലൻ അടിക്കുന്നതിന്റെ കാലില് സാധാരണ എല്ലാവരുടെയും എന്താ പറയാ, എല്ലിന്റെ പുറത്ത് മാംസം പൊതിഞ്ഞിരിക്കുകയല്ലേ. ഇവന്റെ മാംസത്തിന്റെ പുറത്ത് എല്ലുകൊണ്ടാണോ എന്ന് തോന്നിപ്പിക്കുന്ന അവന്റെ കാലുമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് കളിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അവരുടെ ടീമില്. അപ്പൊ അതുകൊണ്ട് തോൽവി മിക്കവാറും ഞങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു പരിചയവും ശത്രുതയും ഉണ്ടായിരുന്നു. പരിചയപ്പെടുന്ന കഥയൊക്കെ പറയണോ? ഉറപ്പായിട്ടും പറയണം. അതെ, എനിക്ക് അങ്ങനെ ഒരു പരിചയവും ശത്രുത എന്ന് പറഞ്ഞാൽ ചില പലപ്പോഴും നമുക്ക് പരിചയമുള്ള ഒരാളെ കുറിച്ച് നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശത്രുവിനെ കുറിച്ച് നമുക്ക് അറിയാം. അത് നമ്മുടെ ഒരു വിജയത്തിന്റെ നമ്മുടെ മുന്നോട്ട് വെക്കുന്ന ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ അറിയും. ആ പരിചയപ്പെട്ടവർ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. സാർ ഇരിക്കും.